ஐயா வணக்கம். സോരവീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ നൂറു പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ, നമ്മൾ വന്ന വീതിയിൽ ഒരു സീറ്റ് പോലുമില്ല, തേഞ്ഞു പണ്ടാരടങ്ങിപ്പോയല്ലോ. എന്തായിരുന്നാലും ഇതുവരെ നമ്പർ 1 കേരളം എന്നറിയപ്പെടുന്ന ആ കേരളം ഇനി മുതൽ നമ്പർ 1 അല്ല എന്ന് സഖാക്കന്മാർ ഉറപ്പിക്കുകയാണ്. പോരാത്തതിനെ ഇനി മുതൽ കേരളം എന്ന് പറയുന്നത് ചാണക സംസ്ഥാനങ്ങൾ പോലെ അല്ലെങ്കിൽ കുപ്പക്കുഴി പോലെ ഒക്കെയാണ് കിടക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക. ഇതുവരെ കേരളം നമ്പർ 1 ആയിരുന്നു. ഇന്നു മുതൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല, എന്തിനു പറയുന്നു അക്ഷരാഭ്യാസം പോലുമില്ല എന്ന് ഞങ്ങൾ പറയുന്നു. സെൻസില്ല, സെൻസിബിലിറ്റി ഇല്ല, എന്തിനു പറയുന്നു സെക്ഷ്വാലിറ്റി പോലുമില്ല എന്നാണ് ഇപ്പോൾ ഇനി സഖാക്കന്മാർ പറഞ്ഞു പരത്താവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കേരളം എന്ന് പറയുന്നത് ചാണക സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടത്തിലേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഖാവിനെ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ കൊടുത്തതെല്ലാം പന്ന തെണ്ടികൾ വാങ്ങിച്ച് നക്കി തിന്നു. എന്നിട്ട് നമ്മുടെ സഖാവിനെ ആദ്യത്തെ 6 റൗണ്ട് കണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരികയാണ്. സഖാവ് 1ാമത്തെ റൗണ്ടിൽ ഓക്കെ പിറകിപ്പോയി, സത്യം ഇരുന്നോട്ടെ. 2ാമത്തെ റൗണ്ടിൽ സഖാവ് പിറകിപ്പോയി, ഞാൻ ആശ്വസിച്ചു. 3ാമത്തെ റൗണ്ടിൽ സഖാവ് പുറകിൽ പോയപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. 4ാമത്തെ റൗണ്ട് സഖാവ് പുറകിൽ പോയപ്പോൾ തൊണ്ടയിടറാൻ തുടങ്ങി. 5ാമത്തെ റൗണ്ട് സഖാവ് ധർമ്മടത്ത് പുറകിൽ പോയപ്പോൾ എൻ്റെ ദേഹങ്ങൾ വിയർക്കാൻ തുടങ്ങി. 6ാമത്തെ റൗണ്ട് സഖാവ് പുറകിൽ പോയപ്പോൾ ഈ ഭൂമി വളർന്ന് അന്തർദാനം ചെയ്താലോ എന്ന് പോലും എനിക്ക് തോന്നുന്ന സാഹചര്യത്തിലാണ് ജനങ്ങൾ നമ്മുടെ ചപ്പാക്കുറ്റിക്ക് അടിച്ച് സൈഡിലോട്ട് മാറിയിട എന്ന് പറഞ്ഞത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, ഓണത്തിന് കിറ്റ്, ഇതൊക്കെ തന്നില്ലേടാ. ഇതൊക്കെ തന്നിട്ട് നീയൊക്കെ നമ്മളോട് ഇങ്ങനെയാണോ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജനങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതൊക്കെ നിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ടോ തന്നത്? അല്ലല്ലോ, ഇതൊക്കെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഇതൊക്കെ നമ്മൾ ടാക്സ് അടയ്ക്കുന്ന പൈസയാണ് എന്ന് ജനങ്ങൾ നമ്മളോട് ചോദിക്കും. ഉണ്ടയാണ് ടാക്സ് അടച്ച പൈസയെ, കടം വാങ്ങിച്ച പൈസയാണ് ഇത്. ഇതൊക്കെ കടം വാങ്ങിച്ചാണ് നിനക്കൊക്കെ തന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഖജനാവിലൊന്നുമില്ല, മൊത്തം പൂച്ച പറ്റി കിടക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് നമ്മൾ നീയൊക്കെ തോപ്പിച്ചത്. ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള രീതിയിലാണ് സഖാക്കന്മാരൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇറങ്ങിപ്പോ ഡാഷ് മോനെ എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന് നേരത്തെ മനസ്സിലായല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, അദ്ദേഹം നാട് വിട്ടു, അദ്ദേഹം തലസ്ഥാനം വിട്ടു. ഇപ്പോൾ അദ്ദേഹത്തിന് പോളിറ്റ് ബ്യൂറോ ഓഫ് മെമ്പർ എന്ന് പറഞ്ഞ കേരളമെല്ലാം അദ്ദേഹം എടുത്ത് മാറ്റി. അദ്ദേഹത്തെ സംബന്ധിച്ച് എങ്ങനെ നോക്കിയാലും ലാഭക്കച്ചവടമാണ്. കാരണം അദ്ദേഹം നല്ലൊരു കുടുംബസ്ഥനായിരുന്നു, നല്ലൊരു ഭരണാധികാരി അല്ലെങ്കിലും നല്ലൊരു അച്ഛനായിരുന്നു. തൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ മകൾക്ക് സ്വൈര്യവിഹാരം നടത്താൻ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. കുടുംബത്തെ വളർത്തി. അണികളോടാണ് ഈ പറയുന്നത്, കണ്ടുപഠിക്കണം, ഇങ്ങനെ വേണം ജീവിക്കുക. കുടുംബത്തെ വളർത്തി. പോരാത്തതിന് പാർട്ടിയിൽ അദ്ദേഹം പ്രൊഫഷണൽ ആണല്ലോ, അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ ശോഭിച്ചു. ഇനി ഒന്നുമില്ല, 19 വയസ്സായില്ലേ, ഇനി ഒന്നുമില്ല, പാർട്ടിയിൽ ശോഭിച്ചു. മകൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി. ആ മരുമകനെ എന്ത് ചെയ്തു? ബേപ്പൂര് പോലുള്ളൊരു സ്ഥലത്ത് നിന്ന് നിർത്തി വിജയിപ്പിച്ച് മന്ത്രിയാക്കി. അങ്ങനെ മന്ത്രിയാക്കി എന്ത് ചെയ്തു? ആ മരുമകനെ ഫ്ലറിഷാക്കി. അങ്ങനെ അദ്ദേഹം ജീവിതത്തിൽ ഒരു വൻ വിജയം നേടിയ നേതാവാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തില്ല. ആസ് എ പ്രൊഫഷണൽ അദ്ദേഹം ഈ ജനങ്ങളെക്കുറിച്ച് കാര്യം ശ്രദ്ധിക്കുന്നത്, നമുക്ക് നമ്മുടെ കാര്യം നോക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭീകരമായിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി അദ്ദേഹം പാർട്ടി ഉപയോഗിച്ചു. അതാണ് സത്യം. അദ്ദേഹം ആ പാർട്ടിയെ ഉപയോഗിച്ചു. നീയൊക്കെ അദ്ദേഹത്തിൻ്റെ പിറകിൽ ഇങ്ങനെ സഖാവ് ഇപ്പം നമുക്ക് സൊനത്തി തരും എന്ന് പറഞ്ഞ് നടന്ന് സഖാവ് ഇപ്പം സൊനത്തി തന്നു. പാർട്ടി ഒരു നിമിഷം ഞാൻ വിചാരിച്ചു ഈ പാർട്ടി അസ്തമിച്ചു പോകുന്നു കേരളത്തിൽ. അമ്മയാണ് തന്നെ 35 സീറ്റ് ഇപ്പോൾ ഒരു സമയത്തും 29 സീറ്റിലോട്ട് വരെ താന്നുപോയി. ഞാൻ വിചാരിച്ചു തീന്നെന്ന് ബംഗാളിലേക്കായി പോകൂടെയെന്ന് വിചാരിച്ചു. UDF അടിച്ച് കയറി, അത് വേറെ കാര്യം. BJP ആണെങ്കിൽ 3 സീറ്റും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവന്മാർക്കൊന്നും പറയാം. ബംഗാളാണെങ്കിൽ BJP, ഇന്ന് അതാണ് ഏറ്റവും വലിയ സംഭവം. ആ ചുണ്ണി ബാലകൃഷ്ണനെ ഞാൻ തരുന്നുണ്ട് കേട്ടോ. ബംഗാൾ മമത പിടിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ തമ്പുനയിൽ ഇട്ടുകൊണ്ട് ഒരു വീഡിയോ ഇപ്പോൾ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്തായാലും അത് പോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു നിമിഷം ഞാൻ വിചാരിച്ചു ഈ പാർട്ടി തീന്നെന്ന്, മൊത്തത്തിൽ കേരളത്തിൽ തീന്നെന്ന് വിചാരിച്ചു. പക്ഷേ സഖാവ് തിരിച്ചു വന്നു. സഖാവ് ഒരുവിധം പിടിച്ച് എഴിഞ്ഞ് 35 സീറ്റ് കയറി. എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ പോലും യുവമാർ പറഞ്ഞത്, അല്ല ഈ സഖാവ് പിണറായി വിജയൻ 55, 60, 70, 75 പോട്ടെ, ഒരു 65 സീറ്റൊക്കെ പറയുന്നില്ലേ, അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ലല്ലോ എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ തോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങ് ബൂസ്റ്റ് ചെയ്ത് കയറ്റി വെച്ചിരിക്കുകയാണ് അവന്മാർ. ആ പിണറായി വിജയന് പോലും 100 സീറ്റ് അടിക്കാൻ പറ്റില്ല. അപ്പോഴാണ് VD സതീശൻ പുഷ്പം പോലെ വന്നിട്ട് 100 സീറ്റ് നക്കി തുടച്ചുകൊണ്ട് പോയതെന്നുള്ളതാണ്.
ഇപ്പോൾ ഏകദേശം 104 സീറ്റ് എന്തെങ്കിലും ആയെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 102 സീറ്റ് UDF അടിച്ച് കീറി എന്നുള്ളതാണ്. ഇതിൽ CPM കിട്ടിയത് 26 സീറ്റ്, CPI 8 സീറ്റാണ്. വൈകാതെ ആ പാർട്ടി ചത്തുപോകും. ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 സീറ്റാണ് CPIക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ വലിയൊരു പങ്ക് ഈ വിജയത്തിൽ, അതായത് UDFൻ്റെ വിജയത്തിൽ വലിയൊരു പങ്ക് വഹിച്ച നമ്മുടെ കോവിന്ദണ്ണന് മറക്കാൻ പറ്റില്ല. കോവിന്ദണ്ണ അതിഭീകരമായിട്ട്, അണ്ണനും സഖാവിൻ്റെ ആ ഒരു ലൈനായിരുന്നു കേട്ടോ. സ്വന്തം ഭാര്യ, സ്വന്തം മക്കൾ അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് എൻ്റേത്. അപ്പോൾ ആ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ വരുന്ന അതിഥികളെയെല്ലാം ഞാൻ പറഞ്ഞേക്കും. അങ്ങനെയാണ് ക്ഷണിക്കപ്പെടാതെ സഖാക്കന്മാർ വന്നത്. ആ സഖാക്കന്മാരെല്ലാം അണ്ണ ഇപ്പോൾ സമ്പൂർണ്ണമായിട്ട് വനവാസത്തിന് അയച്ചു കഴിഞ്ഞു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ നമ്മുടെ ഗോവിന്ദണ്ണൻ ഈ ഇലക്ഷൻ തോറ്റ ഉടനെ തന്നെ നമ്മുടെ കോടിയേരി സഖാവിൻ്റെ മകനായിട്ടുള്ള ബിനീഷ് കോടിയേരി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. കോടിയേരി സഖാവിൻ്റെ ഒരു പടം, ഞങ്ങളുടെ സഖാവെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ഒരു ക്വാളിറ്റി അതിഭീകരമാണ് എന്നുള്ളതാണ് ബിനീഷ് കോടിയേരി ഉദ്ദേശിക്കുന്നത്. അത് വേറൊരു കാര്യം, അതിലോട്ട് ഞാൻ വരുന്നില്ല. വന്നാൽ കൂടി പോകും, പാവം മനുഷ്യൻ, ദിവംഗതനായ ഒരു വ്യക്തിയില്ല, നമുക്ക് കൂടുതൽ ചെയ്യേണ്ട. എന്തായാലും ഈ AN ഷംസീർ അടക്കമുള്ളവർ കോടിയേരി അടുത്തിരിക്കുന്നതും, പക്ഷേ കോടിയേരി എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യമില്ല, ഒരിക്കലും കോടിയേരിക്ക് ധാർഷ്ട്യമില്ല എന്നുള്ളതാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ സത്യം പറയട്ടാ ഒന്നും തോന്നരുത്, എരണം വവുക്കാത്തൊരു മുഖമാണെന്നാണ് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ളത്. ഒരു 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 ദൈവ കടാക്ഷമില്ല. ഒന്ന് ചിരിച്ചൂടെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് ചിരിച്ചൂടെ. ഇതിങ്ങനെ എന്തു പറഞ്ഞാലും മുഖം ഇരിക്കുന്നത് ഒരുമാതിരി ദേഷ്യഭാവത്തിലാണ്. അത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ആ ധാർഷ്ട്യം, അതായത് ഈ 3.5 കോടി ജനങ്ങളും എൻ്റെ അടിമകളാണ് എന്നുള്ള രീതിയിലുള്ള കിം ജോങ് ഉൻ പോലുള്ളൊരു ധാർഷ്ട്യം ഉണ്ടല്ലോ, അത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് മുഖത്തറിയാൻ പറ്റുമല്ലോ, വളരെ ദേഷ്യത്തിൽ ഗ്യാസ് ട്രബിൾ ഉള്ളതുപോലെയാണ് നടക്കുന്നത്. അതും ജനങ്ങൾക്ക് ഇഷ്ടമല്ല. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ ആൾക്കാരോട് ഇപ്പോൾ ജനങ്ങൾ വീട്ടിൽ പോയി ഇരുന്നോ എന്ന് പറയുന്നുണ്ട്. നമ്മളല്ലാതെ മറ്റാര് സഖാക്കളെ കൂട്ടത്തോടങ്ങ് ഇറങ്ങുമല്ലേ, അതാണ് ജനങ്ങൾ പറഞ്ഞത്. കൂട്ടത്തോടങ്ങ് ഇറങ്ങുമല്ലേ, അതാണ് ഇപ്പോൾ ജനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും അങ്ങനെ കോടിയേരി സഖാവിൻ്റെ നർമ്മത്തിൽ പൊതിഞ്ഞ പല വാക്യങ്ങളും ഇപ്പോൾ ഓർമ്മ വരികയാണ് എന്നാണ് നമ്മുടെ AN ഷംസീർ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമായിരുന്നു യഥാർത്ഥത്തിൽ ഒരു നല്ല പാർട്ടി അധ്യക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മൾ തളരൂല എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. ഈ പാർട്ടി ശക്തമായി തിരിച്ചു വരും, തിരിച്ച് കിളയ്ക്കും എന്നാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നെറുകം തലയ്ക്കുമല്ലോ, ഇത് ഓസനത്തിൽ അടിച്ച് ഉരുട്ടിക്കളഞ്ഞ രീതിയിലാണ് അടി എന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കുന്നത്. അമ്മാതിരി അടിയാണ് CPM കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിലെല്ലാത്തിലും അതിഭീകരമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയുണ്ട്, അത് നിങ്ങൾ അറിയാതെ പോകില്ല. അദ്ദേഹത്തിൻ്റെ മധുര പ്രതികാരമാണ് നിങ്ങളിവിടെ കണ്ടത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വേറെ ആരുമല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛനെ CPM എന്ന് പറയുന്ന പാർട്ടി ദ്രോഹിച്ചു. CPM എന്ന് പറയുന്ന പാർട്ടി ഇവരുടെ വീട് കത്തിച്ചു. ഒരു പിഞ്ചു കുഞ്ഞായിരുന്നു അദ്ദേഹം. ആ പിഞ്ചു കുഞ്ഞായിരുന്ന അദ്ദേഹം സ്വന്തം അച്ഛൻ അടികൊണ്ട് തുണിയില്ലാതെ ഓടുന്നത് കണ്ട് ഭയന്ന് നിന്നു. ആ തീജ്വാലകൾക്കിടയിൽ കൂടെ അദ്ദേഹം നടന്ന് നീങ്ങി. അന്നൊരു പിഞ്ചു കുഞ്ഞായിരുന്നു. ശേഷം അദ്ദേഹം വളർന്നു വലുതായി. അപ്പോഴും ആ തീക്കനൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്ഫുരിക്കുന്നുണ്ടായിരുന്നു. ആ തീക്കലിനും കൊണ്ട് അദ്ദേഹം വളർന്നു വലുതായി. അദ്ദേഹം ഒരു ഉഗ്ര ശബ്ദമെടുത്തു, എൻ്റെ അച്ഛനെ നശിപ്പിക്കാൻ ശ്രമിച്ചവന്മാരെ ഞാൻ നശിപ്പിക്കും, അതും അവരുടെ മടയിൽ കയറി തന്നെ നശിപ്പിക്കും. അങ്ങനെ അദ്ദേഹം വളർന്നു, പടർന്നു, പന്തലിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകനായി ഒരു സ്വന്തമായൊരു മാധ്യമ ചാനൽ തുടങ്ങി. ആ മാധ്യമ ചാനൽ 8 നിലയിൽ പൊട്ടി എന്ന് വരുത്തി തീർത്തുകൊണ്ട് അദ്ദേഹം ആ പാർട്ടിക്കകത്തേക്ക് നുഴഞ്ഞു കയറി. ദ റിയൽ കിണറേഷ്. ആ പാർട്ടിക്കകത്ത് നുഴഞ്ഞു കയറി പാർട്ടി സൈബർ വിങ്ങിൻ്റെ പ്രവർത്തനം അദ്ദേഹം ഏറ്റെടുത്തു. അദ്ദേഹം പാർട്ടി സൈബർ വിങ്ങിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത ശേഷം ഇന്നലെ വരെ എന്നെ സറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന വീണ ജോർജ് പോലെ, അറിയാലോ ഇന്ത്യ വിഷനിൽ വീണ ജോർജ് നമ്മുടെ നികേഷ് കുമാറിൻ്റെ ആരായിരുന്നു, ജൂനിയർ ആയിരുന്നു. അങ്ങനത്തെ ഒരു പെണ്ണും പിള്ള എന്നെ സറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നതാണ്. സറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഈ പെണ്ണും പിള്ള പോലും ജയിച്ചിട്ട് ആരോഗ്യമന്ത്രിയെ ഞാനിപ്പോൾ അവരെ മാഡം എന്ന് വിളിക്കേണ്ട അവസ്ഥയാണ്. ഇത് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ ഉറച്ച വിശ്വാസം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പഴയ പകയും. അപ്പോൾ അങ്ങനെ എന്നെയാണെങ്കിൽ അഴീക്കൂടി നിർത്തി തോപ്പിക്കുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ സീറ്റും തന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരൊറ്റ തോൽവിയല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. 14 എണ്ണത്തിന് പടയോടെ പൊട്ടിച്ച് ഞാൻ കൈ തരും എന്നുള്ളൊരു ഉഗ്ര ശബ്ദം എടുത്തുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഫലം കണ്ടു. 14 എണ്ണം 8 നില പൊട്ടി, മന്ത്രിമാരടക്കം പൊട്ടി വീട്ടിൽ കുത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതാണ് ദ റിയൽ പവർ ഓഫ് കിണറേഷ്. ദുരന്തറിൽ നമ്മൾ കണ്ടല്ലോ ഏജൻറ്റ് ദുരന്തർ, അതുപോലെ കോൺഗ്രസിൻ്റെ സ്പൈയായി അങ്ങനെ CPM കയറിപ്പറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കിണറേഷ് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞു നിർത്താം. സത്യം പറയട്ടെ, യവന്മാർ തോറ്റെന്ന് ഇനി യവന്മാരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ഈ പുല്ലുകൾ സമ്മതിച്ചു തരില്ലെന്ന്, തോറ്റത് കേരളമാണ് എന്നൊക്കെ പറഞ്ഞ് പരത്തി കളയും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. തോറ്റത് ഞങ്ങളല്ല, തോറ്റത് കേരളമാണ്, ഞങ്ങൾ തോൽക്കുന്നില്ല എന്നൊക്കെ ഇവരിങ്ങനെ പ്രധാനമായും പറയും. അതിൽ ഏറ്റവും നല്ല ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരുത്തനാണ് നമ്മുടെ M സ്വരാജ് എന്ന് പറയുന്ന, അറിയാമല്ലോ, പൂമരൻ അണ്ണൻ. M സ്വരാജ് അണ്ണൻ തോക്കുമെന്ന് അറിഞ്ഞതിന് മുമ്പേ ആണ് പോസ്റ്റ്
പോസ്റ്റൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു, പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അണ്ണൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അനർഹമായ ഒരു പരാജയമാണ് ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത്. അയ്യോ, കേരളത്തിനെ മുടിപ്പിച്ചിട്ട് കനത്ത പരാജയമാണ് LDF ഉണ്ടായിരിക്കുന്നത്. UDF മികച്ച വിജയവും നേടാനായി. LDF പരാജയപ്പെടാൻ പാടില്ലായിരുന്നു. LDF ഭരണത്തിൽ സമഗ്രമായ മുന്നേറ്റമാണ് നാടിനുണ്ടായത്. ചിരിച്ച് മണ്ണ് കപ്പും. എതിരാളികൾ പോലും ഇക്കാര്യം സമ്മതിക്കും, നല്ലപോലെ സമ്മതിക്കും. ഭയങ്കര മുന്നേറ്റമാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനാണ് ഉണ്ടായത്. എന്നിട്ടും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇത് അനർഹമായ പരാജയമല്ലാതെ മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ എന്നുള്ളതാണ് നമ്മുടെ ഫിഡൽ കാസ്ട്രോ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് മറ്റേ സാധനം എടുത്താൽ ഒരിക്കൽ ഫിഡൽ ചെഗുവേരയോട് ചോദിച്ചു, അല്ലെങ്കിൽ അത് വേണ്ട, അതിലൊരു ഗുമ്മില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേതെടുക്കാം. തിരിച്ചു വന്നിടാത്ത ദൂരയാത്രയല്ലിതൻ സഖാക്കൾ, അല്ലെങ്കിൽ വേണ്ട, അത് ഒരു ഗുമ്മില്ലേ. അത് പറഞ്ഞ് നമ്മളങ്ങ് പഴകിപ്പോയി. അതുകൊണ്ട് അതും വേണ്ട. അതുകൊണ്ട് മറ്റേതെടുക്കാം. നിങ്ങൾ ഞങ്ങളെ തോപ്പിച്ചോളൂ, പക്ഷേ അവസാനം തോക്കുന്നത് നീ. അത് വേണം. അത് ധാർഷ്ട്യത്തിൻ്റെ ഒരു സ്വഭാവം. എന്തെടുത്താലും ഒരു ധാർഷ്ട്യത്തിൻ്റെ ഒരു സ്വഭാവം വരുമല്ലോ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മറ്റേതെടുക്കാം. നിനക്കൊന്നും അറിയാത്ത, നിനക്കൊന്നും പിടികിട്ടാത്തൊരു LDF ഉണ്ട്. ഞങ്ങളൊക്കെ ഭരണപക്ഷത്തിരുന്നത് കൊണ്ടാണ് നീയൊക്കെ ഇവിടെ സുഖിച്ച് കഴിഞ്ഞത്. ഞങ്ങൾ പ്രതിപക്ഷത്താകുമ്പോൾ ഞങ്ങൾ നിങ്ങളെ പുളുത്തിക്കളയും എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് എടുക്കാം. അതാകുമ്പോൾ കുഴപ്പമില്ല. ഒരു ഗുമ്മ് കിട്ടും, ഒരു മാസം കിട്ടും, 5 മിനിറ്റ് സ്റ്റാറ്റസ് ആയിട്ട് നമുക്ക് വെട്ടിയിടാനും പറ്റും. പ്രതിപക്ഷത്തിരിക്കണം, സമരത്തിനിറങ്ങണം, സമരം ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ. ആ സംഭവം എടുത്ത് ഫ്രണ്ടിലോട്ടിടാം. എന്ത് തന്നെയായിരുന്നാലും എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിജയം എന്ന് പറയുന്നത് 3 പേരുടെ വിജയമാണ്. നമുക്കറിയാം, തളിപ്പറമ്പ്, പയ്യന്നൂർ, പിന്നെ നമ്മുടെ അമ്പലപ്പുഴ. ജി സുധാകരൻ്റെയൊക്കെ വിജയം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അടിച്ച് കസറി കളഞ്ഞ്. നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞത് 72 മണ്ഡലങ്ങൾ വിജയിച്ചാലും ജി സുധാകരൻ അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ CPM മൊത്തം പരാജയപ്പെട്ടതുപോലെയാണ്. ഇപ്പം മൊത്തം പരാജയപ്പെടുകയും ചെയ്ത് ജി സുധാകരൻ അവിടെ വിജയിക്കുകയും ചെയ്തു. ധാർഷ്ട്യത്തിന് കിട്ടിയ അടിയാണ്. മരുമോനെ പിടിച്ച് മന്ത്രിയാക്കിയപ്പോൾ ജി സുധാകരൻ ചെയ്തതില്ല, മരുമോൻ്റെ തലയിലെടുത്ത് വെച്ച്. ആ ധാർഷ്ട്യത്തിന് സുധാകരൻ ഇറങ്ങി. സുധാകരൻ അന്തസ്സായിട്ട് ഇതാ ജയിച്ചു പോയി എന്നുള്ളതാണ്. അത് പോരാത്തതിന് ധനരാജ് ഫണ്ട് അറിയാലോ, രക്തസാക്ഷി ഫണ്ടിൻ്റെ കൊള്ള. ആ രക്തസാക്ഷി ഫണ്ടിൻ്റെ കൊള്ള നടത്തിയപ്പോൾ അത് ചോദ്യം ചെയ്തൊരു മനുഷ്യനുണ്ടായിരുന്നു പയ്യന്നൂർ. ആ മനുഷ്യൻ പയ്യന്നൂരിൽ നിന്ന് ജയിച്ചു. കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹം പയ്യന്നൂരിൽ നിന്ന് ജയിച്ചത് ഞെട്ടിച്ചു കളഞ്ഞുമാർ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ തളിപ്പറമ്പിലോട്ട് ഒന്ന് പോയി നോക്കണം. പിന്നെ KK രമ, അവരെ പിടിച്ച് സ്പീക്കർ കൂടെ ആക്കി കഴിഞ്ഞാൽ യുവമാരെല്ലാം അവിടെ വന്നിരുന്ന് KK രമയെ മാഡം എന്ന് വിളിക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നു. മന്ത്രിയാക്കിയാലും മതി. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പുറത്തെ സൈഡിലെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പുറത്തെ സൈഡിലോട്ട് ഞാൻ വരാം. ഒരു ലോഡ് കണ്ടൻറ്റ് അപ്പുറത്ത് കിടപ്പുണ്ട്. എന്തായിരുന്നാലും കേരളത്തിൽ BJP 3 സീറ്റുകൾ നേടി ഞെട്ടിച്ചിരിക്കുന്നു. CPM വാഷ് ഔട്ട് ആയിട്ടില്ല, അതിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി UDF ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും. ആരായിരിക്കുമെന്ന് എനിക്കറിയില്ല. രാവിലെ ഒരാൾ, ഉച്ചയ്ക്ക് ഒരാൾ, രാത്രി ഒരാൾ, ഇങ്ങനെയായിരിക്കും. പിന്നെ നമ്മുടെ പത്തനാപുരത്ത് അണ്ണൻ തോറ്റ് കേട്ടോ, അതെനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തൊരു മുടയായിരുന്നടേ ഏവന്, ഈ ഗണേഷ് കുമാർ, KB ഗണേഷ് കുമാർ, എന്തൊരു മുടയായിരുന്നു അവൻ. മുടയും അവൻ്റെ ഷോയും അത് കാണണം. യവനല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ളത് നമ്മുടെ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആൾട്ടർ ചെയ്യാനും നമുക്ക് വണ്ടിയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അനുമതി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്ലിയാണ്. ഇത് കൊച്ചു പിള്ളേർ വണ്ടി ഓടിച്ച് പോകണ്ട, ചാടി ഇറങ്ങി നിർത്തിയിട്ട് പിള്ളേരെ തെറി പറയുക, തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക. എന്നിട്ട് അവന് ലൈസൻസ് കിട്ടിയത് 18 വയസ്സിന് മുമ്പാണ്. അങ്ങനെ അധികാരത്തിൻ്റെ ഗുമ്പിൽ അങ്ങനെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയല്ലേ, കുറച്ച് നാൾ സിനിമയിൽ അഭിനയിച്ച് നടക്കുക. അടുത്ത തവണ വരാൻ പറ്റുമെന്ന് നമ്മൾ ജനങ്ങളെല്ലാം ഒന്ന് കൂടി ഇരുന്ന് ആലോചിക്കട്ടെ. അപ്പോൾ ശരി.